ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നപ്പോൾ ഒരു സൈഫൈ സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയുടെ റീക്യാപ്പാണ്. ത്രൂ ഔട്ട് ഒരു മിസ്റ്ററി മൂഡിൽ പോകുന്ന സർക്കിൾ എന്ന 2015 ഫിലിമിന്റെ റീക്യാപ്പാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫുൾ മൂവി റീക്യാപ്പ് ആയതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സ് ഉണ്ടാവും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. കൂടാതെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എത്രയും വേഗം വീഡിയോയിലേക്ക് പോവാം. കമോൺ. അപ്പോ സിനിമ തുടങ്ങുന്നത് ഒരു യുവതി വിചിത്രമായ ഒരു മുറിയിൽ ഉണരുന്നതോടെയാണ്. അവളുടെ ചുറ്റും പലരും വൃത്താഗതിയിൽ നിൽക്കുന്നു. പക്ഷെ അവരെല്ലാം അനങ്ങാതെ ഉറങ്ങുന്നത് പോലെയാണ് തോന്നുന്നത്. അവൾ അവരെ ഓരോരുത്തരെയും വിളിച്ചു നോക്കുന്നു. എന്നാൽ ആരും പ്രതികരിക്കുന്നില്ല. പിന്നീട് അവൾ മുന്നോട്ടും പിന്നോട്ടും നീങ്ങാൻ ശ്രമിക്കുകയും തന്റെ അടുത്ത് നിൽക്കുന്ന ഒരു സൈനികനെ തൊടാനും ശ്രമിക്കുന്നു. എന്നാൽ ഓരോ തവണയും അവൾ തന്റെ കാൽ കീഴിലുള്ള ചുവന്ന വൃത്തത്തിന് പുറത്ത് കാൽ വെക്കുമ്പോൾ ഉച്ചത്തിലുള്ള ഒരു ബസർ ശബ്ദം കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് മുറിയുടെ മറുവശത്ത് നിൽക്കുന്ന ഒരാൾ ആ യുവതിയോട് അനങ്ങാതെ നിൽക്കാൻ പറയുന്നു. ആരോ അവരെയെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് എന്നവൻ പറയുന്നു. പക്ഷെ അത് ആരാണെന്നോ എന്തിനാണെന്നോ അവൻ അറിയില്ല. തുടർന്ന് മറ്റൊരു സ്ത്രീയും ഉണരുകയും പരിഭ്രാന്തയാവുകയും ചെയ്യുന്നു. അവൾ ഭയന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ തുടങ്ങുന്നു. ആ മനുഷ്യൻ അവളെ ശാന്തയാക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ വളരെയധികം പേടിച്ച് അറിയാതെ തന്റെ വൃത്തത്തിന് പുറത്ത് കാൽ വെക്കുന്നു. തൊട്ടടുത്ത നിമിഷം മുറിയുടെ മധ്യഭാഗത്ത് നിന്ന് ഒരു ഇലക്ട്രിക് ബീം പുറപ്പെട്ട് ആ സ്ത്രീയെ തൽക്ഷണം കൊല്ലുന്നു. അപ്പോഴേക്കും റൂമിലെ ലൈറ്റ്സ് ഓൺ ആവുകയും മറ്റെല്ലാവരും ഉണരുകയും ചെയ്യുന്നു. മുറിയിൽ ഏകദേശം 50 പേർ നിൽക്കുന്നുണ്ട്. എല്ലാവരെയും റൂമിന് നടുക്കുള്ള ഒരു ബ്ലാക്ക് ഡോമിന് ചുറ്റും 2 വൃത്തങ്ങളായി ക്രമീകരിച്ചിരിക്കുന്നു. എല്ലാവരും പരിഭ്രാന്തരായി ഇരിക്കെ അവർക്കിടയിലെ ഒരു ഏഷ്യൻ യുവാവ് നിലത്തെ ലൈറ്റ്സ് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നു. അവരിൽ ഓരോ വ്യക്തിയെയും ചൂണ്ടിക്കാണിക്കുന്ന ആരോസ് അവിടെയുണ്ട്. അവൻ തന്റെ വലത് കൈ മുറുകെ പിടിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ മുന്നിൽ വെളിച്ചം വന്ന് നിൽക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നടുക്കുള്ള ബ്ലാക്ക് ഡോമിൽ നിന്നുള്ള ഇലക്ട്രിക് ഷോക്ക് ഏറ്റ് അവൾ മരിക്കുന്നു. ഇത് കാണുന്നതോടെ ആ ഏഷ്യൻ യുവാവ് നിലത്തുള്ള ലൈറ്റിനെ കുറിച്ച് എല്ലാവരോടും വിശദീകരിക്കുന്നു. ഓരോരുത്തർക്കും തങ്ങൾ നിയന്ത്രിക്കുന്ന ലൈറ്റ് മാത്രമേ കാണാൻ കഴിയൂ എന്നവർ മനസ്സിലാക്കുന്നു. ഇതിനിടയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രഗ്നന്റ് ലേഡി മറ്റൊരു കാര്യം കണ്ടെത്തുന്നു. അവരിൽ ആരെങ്കിലും കൈകൾ മുറുകെ പിടിക്കുമ്പോൾ ബീപ് ശബ്ദം ഉണ്ടാകും എന്നവൾ ശ്രദ്ധിക്കുന്നു. ഓരോ 2 മിനിറ്റിലും മുറിയിലെ ഒരാൾ ഇലക്ട്രിക് ഷോക്ക് ഏറ്റ് മരിക്കുന്നു. അതിൽ ഒരു സ്ത്രീക്ക് തങ്ങൾ കൈ ക്ലോസ് ചെയ്ത് പിടിക്കുന്നതിലൂടെ അടുത്തതായി ആര് മരിക്കണം എന്ന് തീരുമാനിക്കാമെന്ന് മനസ്സിലാകുന്നു. ഇതോടൊപ്പം ഓൾറെഡി മരിച്ച ഒരാളെ വോട്ട് ചെയ്യുകയും അല്ലെങ്കിൽ ആരും വോട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ നടുക്കുള്ള കറുത്ത ബീം ഒരു റാൻഡം വ്യക്തിയെ കൊല്ലുമെന്ന് പ്രഗ്നന്റ് ലേഡി കൂട്ടിച്ചേർക്കുന്നു. ഒരു ചെക്കർ ജാക്കറ്റ് ധരിച്ച യുവാവ് എല്ലാവരോടും നിശബ്ദരാകാൻ ആവശ്യപ്പെടുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനും അത് തടയാൻ ശ്രമിക്കാനും ഒരു പദ്ധതി തയ്യാറാക്കണം എന്നയാൾ പറയുന്നു. ആദ്യം വയസ്സായവരെയെല്ലാം കൊല്ലാൻ വോട്ട് ചെയ്യാമെന്ന് അയാൾ ഒരു ദാക്ഷിണ്യവുമില്ലാതെ നിർദ്ദേശിക്കുന്നു. അങ്ങനെ ഓരോ മരണത്തിനും ഇടയിലുള്ള 2 മിനിറ്റ് സമയം അവർക്ക് ചിന്തിക്കാനും പദ്ധതി തയ്യാറാക്കാനും കഴിയും. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം 82 വയസ്സുള്ള ആദ്യത്തെ വൃദ്ധൻ ഷോക്കേറ്റ് മരിക്കുന്നു. എല്ലാവരും ഞെട്ടുകയും ഭയപ്പെടുകയും ചെയ്യുന്നെങ്കിലും അടുത്തത് എന്ത് ചെയ്യണമെന്ന് ചർച്ച തുടരുന്നു. ഇതൊരു ഏലിയൻ അറ്റാക്ക് പോലെ എന്തെങ്കിലും ആണോ എന്നവർ സൈനികനോട് ചോദിക്കുന്നു. പക്ഷെ അവനും മറ്റെല്ലാവരെയും പോലെ തന്നെ കൺഫ്യൂസ്ഡ് ആണ്. പിന്നീട് ഒരു കറുത്ത ഷർട്ട് ധരിച്ച യുവാവ് മുറിയിൽ ഉണരുന്നതിന് മുൻപ് തനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. താൻ ലോസ് ആഞ്ചലസിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ട്രാഫിക് ജാമിൽ കുടുങ്ങിയിരിക്കുമ്പോഴാണ് തന്റെ ബോധം പോയതെന്ന് അയാൾ പറയുന്നു. വീണ്ടും ബീപ് ശബ്ദം കേൾക്കുമ്പോൾ അവർ കോൺവെർസേഷൻ തൽക്കാലം നിർത്തുന്നു. മുൻപ് തീരുമാനിച്ചതുപോലെ അവർ വോട്ട് ചെയ്യുകയും 2ാമത്തെ വൃദ്ധന് കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അടുത്തതായി വോട്ടെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന 3ാമത്തെ വൃദ്ധൻ തനിക്ക് എന്തൊക്കെയോ ഓർമ്മയുണ്ട് എന്ന് പറയുന്നു. ചിലപ്പോൾ ഏലിയൻസിനെ പറ്റിയോ അവരുടെ രൂപത്തെ പറ്റിയോ സംസാര രീതിയെ പറ്റിയോ ഒക്കെ ആയിരിക്കാം എന്ന് പറയുന്നു. എന്നാൽ പലരും കരുതുന്നത് തന്റെ മരണം തടയാനായി മാത്രമാണ് അയാൾ ഇത് പറയുന്നത് എന്നാണ്. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അയാളും ഷോക്കേറ്റ് മരിക്കുന്നു. എല്ലാ വൃദ്ധരും ഓരോരുത്തരായി കൊല്ലപ്പെട്ടിട്ടും ഗ്രൂപ്പിന് ഇപ്പോഴും ഉപയോഗപ്രദമായ ഒരു വിവരവും അറിയില്ല. ഏഷ്യൻ യുവാവ് അടുത്ത ആരെ കൊല്ലണം എന്ന് ചോദിക്കുന്നു. എല്ലാവരും ഒരു ഹാറ്റ് ധരിച്ച സ്ത്രീയെ നോക്കി അവരുടെ വയസ്സ് ചോദിക്കുന്നു. 52 വയസ്സായി എന്നും സമീപകാലത്ത് ബ്രസ്റ്റ് ക്യാൻസറിനെ അതിജീവിച്ചതാണെന്നും അവൾ പറയുന്നു. ചെക്കർ ജാക്കറ്റ് ധരിച്ച ആൾ അടുത്തതായി അവളെ കൊല്ലണം എന്ന് പറയുന്നു. അവൾ എന്തായാലും ഇനി അധിക കാലം ജീവിക്കില്ലെന്ന് കരുതിയാണ് അവൻ അങ്ങനെ പറയുന്നത്. പക്ഷെ അവർക്കിടയിലെ ഒരു ആഫ്രിക്കൻ അമേരിക്കനും ഡോക്ടറുമായ സ്ത്രീ അവന്റെ വാദം തെറ്റാണെന്ന് പറയുന്നു. അപ്പോൾ ചെക്കർ ജാക്കറ്റ് ധരിച്ച ആൾ 50 വയസ്സ് മുതൽ പ്രായമുള്ള എല്ലാവരെയും കൊല്ലണം എന്ന് വാദിക്കുന്നു. എന്നാൽ പലരും അവനോട് യോജിക്കുന്നില്ല. അവൻ നിർത്താതെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നതിനാൽ ഗ്രൂപ്പ് അവനെ കൊല്ലാൻ വോട്ട് ചെയ്യുന്നു.
ഒരു ചെറിയ സൈലൻസിന് ശേഷം ക്യാൻസർ മറികടന്ന സ്ത്രീ തങ്ങൾ എല്ലാവരെയും എന്തിനാണ് ഇവിടെ ഈ വൃത്തത്തിൽ കൊണ്ട് നിർത്തിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്നു. മിക്കവർക്കും സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷേ പിന്നിൽ നിന്നും ഒരാൾ ശബ്ദമുയർത്തുന്നു. തന്റെ പേര് ക്രേഗ് എന്നാണെന്ന് അയാൾ പറയുന്നു. പക്ഷെ മറ്റുള്ളവർ പേര് പറയാതിരിക്കാൻ പറയുന്നു. തുടർന്ന് ക്രേഗ് തന്റെ അടുത്ത് നിൽക്കുന്ന സ്ത്രീ തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഗ്രൂപ്പിനോട് അവൾക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ യാചിക്കുന്നു. അപ്പോൾ മറ്റൊരാൾ ബാക്കി ആർക്കെങ്കിലും പരസ്പരം അറിയുമോ എന്ന് ചോദിക്കുന്നു. ഒരു മധ്യവയസ്കനായ ആഫ്രിക്കൻ അമേരിക്കൻ വ്യക്തി തനിക്ക് ആ ലേഡി ഡോക്ടറിനെ അറിയാം എന്ന് പറയുന്നു. പക്ഷെ എങ്ങനെയാണ് പരിചയമെന്ന് വിശദീകരിക്കാൻ ഇവർക്കും താല്പര്യമില്ല. അപ്പോഴേക്കും വീണ്ടും ബീപ് ശബ്ദം കേൾക്കുന്നു. വോട്ടിംഗ് ഒന്നും ഉണ്ടാകാത്തതിനാൽ റാൻഡമായി ഒരാൾ കൊല്ലപ്പെടുന്നു. ഇതിനുശേഷം ഗ്രൂപ്പ് ഒരു ഹിസ്പാനിക് പുരുഷനെ നോക്കുന്നു. പക്ഷെ അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. അയാൾക്ക് പിന്നിൽ നിൽക്കുന്ന സ്ത്രീ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തയ്യാറാകുന്നു. അയാളോട് സംസാരിച്ച ശേഷം അയാൾ മെക്സിക്കോയിൽ നിന്നുള്ളവനാണെന്നും 3 പെൺമക്കൾ ഉണ്ടെന്നും അവർ പറയുന്നു. അപ്പോൾ ചുവന്ന ടൈ ധരിച്ച ഒരു ലോയർ ഇല്ലീഗൽ ഇമിഗ്രേഷനെ കുറിച്ച് സംസാരം തുടങ്ങുന്നു. ഗ്രൂപ്പിലെ ചിലർ തുടർച്ചയായി ചോദിക്കുന്നതിനാൽ ട്രാൻസ്ലേറ്റർ ഒടുവിൽ ആ ഹിസ്പാനിക് പുരുഷനോട് അയാൾ US-ൽ ഇല്ലീഗൽ ആയിട്ടാണോ താമസിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അയാൾ അല്ലെന്ന് മറുപടി പറയുന്നു. പക്ഷെ ഇത് ലോയറുടെ അഭിപ്രായം മാറ്റുന്നില്ല. അപ്പോഴേക്കും വീണ്ടും ബീപ് ശബ്ദം കേൾക്കുന്നു. പക്ഷേ ഹിസ്പാനിക് പുരുഷന് പകരം മുന്നിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരിക്കാണ് ഷോക്ക് ഏൽക്കുന്നത്. ഇതെല്ലാരെയും അത്ഭുതപ്പെടുത്തുന്നു. താമസിയാതെ പിന്നിൽ നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസർ മുന്നിൽ നിൽക്കുന്ന ശരീരത്തിൽ ടാറ്റൂസ് ഉള്ള റൗൾ എന്നു പേരുള്ള ഒരാളെ കാണുന്നു. അവൻ മുൻപ് അവന്റെ ഗേൾഫ്രണ്ടിനെ മർദ്ദിച്ചിരുന്ന ആളാണെന്ന് പോലീസുകാരൻ പറയുന്നു. അവൾ അത് ഡിസേർവ് ചെയ്തിരുന്നു എന്നാണ് റൗൾ മറുപടി പറയുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം റൗൾ ഷോക്കേറ്റ് മരിക്കുന്നു. പിന്നീട് മുന്നിൽ നിൽക്കുന്ന ഒരു ബ്ലോണ്ട് സ്ത്രീ ഒരു പക്ഷെ തങ്ങളിലെ നല്ലവരെയും ചീത്ത ആളുകളെയും തിരഞ്ഞെടുക്കാനായിരിക്കും ഇവിടെ കൊണ്ടുവന്നതെന്ന് അഭിപ്രായപ്പെടുന്നു. മറ്റൊരാൾ ഇതിനെ എതിർക്കുകയും ഏതോ ഏലിയൻസ് തങ്ങൾ പരസ്പരം കൊല്ലുന്നത് കാണാൻ താല്പര്യം തോന്നി ചെയ്യുന്നതാണെന്ന് പറയുന്നു. പക്ഷെ ഒരു ബ്ലോണ്ട് പുരുഷൻ ആ സ്ത്രീ പറഞ്ഞതിനോട് യോജിക്കുന്നു. അതായത് ആര് ജീവിക്കണമെന്ന് അവർ തിരഞ്ഞെടുക്കണം എന്ന്. ഈ ചർച്ച കേട്ട ശേഷം ഒരു ആഫ്രിക്കൻ അമേരിക്കൻ യുവാവ് റേസിനെ കുറിച്ചുള്ള ഇഷ്യൂ ഉയർത്തുന്നു. ചില വെള്ളക്കാർ ഈ സിറ്റുവേഷനിൽ റേസ് ഒരു വിഷയമല്ലെന്ന് പറയുന്നു. പക്ഷെ യുവാവ് സംസാരം തുടരുന്നു. ഗ്രൂപ്പിലെ മറ്റ് ആഫ്രിക്കൻ അമേരിക്കൻസ് അവനൊരു ടാർഗറ്റ് ആയേക്കുമോ എന്ന് ഭയന്ന് അവനോട് സംസാരം നിർത്താൻ ആവശ്യപ്പെടുന്നു. ഉച്ചത്തിലുള്ള വാഗ്വാദം ആരംഭിക്കുന്നു. പോലീസ് ഓഫീസർ ചില റേസിസ്റ്റ് കമന്റ്സ് തുറന്നടിച്ചു പറയുന്നു. എല്ലാവരും ഞെട്ടുകയും ബീപ് ശബ്ദം വീണ്ടും തുടങ്ങുമ്പോൾ പോലീസുകാരൻ അടുത്തതായി ഷോക്കേറ്റ് മരിക്കുകയും ചെയ്യുന്നു. ആ ഒരു ടെൻസ് മൊമെന്റിന് ശേഷം സൈനികൻ എല്ലാവരോടും ഫൈറ്റിംഗ് നിർത്തി സിറ്റുവേഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്നു. ബീപ് ശബ്ദം വീണ്ടും തുടങ്ങുമ്പോൾ ഗർഭിണിയായ സ്ത്രീയും ഒരു പുരുഷനും തിരഞ്ഞെടുക്കപ്പെടുന്നു. അവരുടെ മേൽ ഒരു ഗോൾഡൻ ലൈറ്റ് പതിക്കുന്നു. എല്ലാവരും വീണ്ടും വോട്ട് ചെയ്യുകയും ആ പുരുഷൻ ഉടൻ തന്നെ ഷോക്കേറ്റ് മരിക്കുകയും ചെയ്യുന്നു. താമസിയാതെ കറുത്ത ഷർട്ട് ധരിച്ച ആളും സൈനികനും ഗർഭിണിയായ സ്ത്രീയെയും കൂട്ടത്തിലുള്ള ഒരു കൊച്ചു പെൺകുട്ടിയെയും സംരക്ഷിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷെ അപ്പോൾ ഒരു ചെറിയ ട്വിസ്റ്റ് സംഭവിക്കുന്നു. വീണ്ടും ബീപ് ശബ്ദം കേൾക്കുമ്പോൾ ഗർഭിണിയായ സ്ത്രീയും ആ പെൺകുട്ടിയും തിരഞ്ഞെടുക്കപ്പെടുന്നു. അവരിൽ ഒരാൾ മരിക്കാൻ പോകുന്നു. അപ്പോൾ പെട്ടെന്ന് അവരുടെ പിന്നിൽ നിന്നും ഒരാൾ 2 കൈകളും ഉയർത്തി ഇരുവരെയും കൊല്ലണം എന്ന് അലറുന്നു. സർക്കിളിന്റെ നിയമം ലംഘിച്ചതിനാൽ അയാൾ ഷോക്കേറ്റ് മരിക്കുന്നു. ഇത്രയധികം ആളുകൾ മരണത്തിന് ഇരയാകുന്നത് കണ്ട ശേഷം ചിലർ തങ്ങളുടെ ജീവൻ സ്വയം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. ഒരു വൃദ്ധൻ തന്റെ വൃത്തത്തിൽ നിന്നും പുറത്തേക്ക് പോയി മരിക്കുന്നു. തുടർന്ന് മറ്റുള്ളവരെ വോട്ട് ചെയ്തതിന് പശ്ചാത്താപം അനുഭവിക്കുന്ന ഒരു ടീനേജറും അത് തന്നെ ചെയ്യുന്നു. അടുത്തതായി സൈനികൻ സ്വമേധയാ മുന്നോട്ട് വരുമെന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അദ്ദേഹം വിസമ്മതിക്കുന്നു. അഫ്ഗാനിസ്ഥാനിലെ സേവനത്തിനിടെ താൻ ഇതിനകം തന്നെ വളരെയധികം ത്യാഗം ചെയ്തിട്ടുണ്ടെന്നും കുടുംബത്തോടൊപ്പം വീട്ടിൽ പോവുക എന്നത് മാത്രമാണ് ഇപ്പോഴുള്ള തന്റെ ആഗ്രഹമെന്നും അദ്ദേഹം പറയുന്നു. സമയം കുറഞ്ഞു വരുമ്പോൾ പിന്നിൽ നിന്നും ഒരു സ്ത്രീ തന്റെ പ്രായം കുറഞ്ഞ മകൻ ഈ അടുത്തായി നഷ്ടപ്പെട്ടതായി പറഞ്ഞ് വൃത്തത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് മരിക്കുന്നു. പെട്ടെന്ന് സ്യൂട്ട് ധരിച്ച ഒരാൾ തന്റെ അടുത്ത് നിൽക്കുന്ന ബ്ലോണ്ട് സ്ത്രീയോട് അവളൊരു പോൺ സ്റ്റാർ ആണോ എന്ന് ചോദിക്കുന്നു. അവളല്ല എന്ന് പറയുന്നു. പക്ഷെ അയാൾ അവളെ ശല്യപ്പെടുത്തുന്നത് തുടരുന്നു. അവൾ എങ്ങനെ പണം സമ്പാദിക്കുന്നു എന്നതിനെക്കുറിച്ച് അവൻ അവളെ ജഡ്ജ് ചെയ്യുന്നു. അടുത്ത വോട്ടിംഗ് റൗണ്ട് ആരംഭിക്കുമ്പോൾ എല്ലാവരും അവനെ കൊല്ലാൻ വോട്ട് ചെയ്യുന്നു. ബ്ലോണ്ട് സ്ത്രീ കരയുന്നതിനിടയിൽ കണ്ണട വെച്ചൊരു മധ്യവയസ്കൻ തങ്ങളിൽ ആർക്കൊക്കെ കുട്ടികളുണ്ടെന്ന് ചിന്തിക്കണം എന്ന് പറയുന്നു. ക്രേഗും ഭാര്യയും അവർക്കൊരു മകളുണ്ടെന്ന് പറയുന്നു. കന്നഡക്കാരൻ കുട്ടികളില്ലാത്തവർ സാക്രിഫൈസ് ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നു. പിന്നിൽ നിൽക്കുന്ന ഒരു സ്ത്രീക്ക് ഭർത്താവോ മക്കളോ ഉണ്ടോ എന്ന് ലോയർ ചോദിക്കുമ്പോൾ സിറ്റുവേഷൻ വീണ്ടും ടെൻസ്ഡ് ആകുന്നു. മുൻപ് ഈ ലോയർ ഹിസ്പാനിക് പുരുഷനെതിരെ സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഈ സ്ത്രീയെ അവരുടെ ഷോർട്ട് ഹെയറും പുരുഷന്മാരെ പോലെയുള്ള ഡ്രസ്സിങ്ങും കാരണം ജഡ്ജ് ചെയ്യുന്നതായി തോന്നുന്നു.
ആ സ്ത്രീ സ്വയം പ്രതിരോധിച്ചുകൊണ്ട് താൻ ലെസ്ബിയൻ ആണെന്നും ഒരു ഭാര്യയുണ്ടെന്നും പ്രഖ്യാപിക്കുന്നു. ഇത് ലോയറിനെ കൂടുതൽ ദേഷ്യപ്പെടുത്തുന്നു. പക്ഷേ വോട്ടിംഗ് ആരംഭിച്ച കാര്യം അയാൾ ശ്രദ്ധിക്കുന്നില്ല. നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ ഷോക്കേറ്റ് മരിക്കുന്നു. മറ്റൊരു കനത്ത ചർച്ചയ്ക്ക് ശേഷം ബീപ് ശബ്ദം വീണ്ടും തുടങ്ങുന്നു. ഇത്തവണ ലേഡി ഡോക്ടറും അവരെ അറിയുന്ന ആഫ്രിക്കൻ അമേരിക്കൻ പുരുഷനും തിരഞ്ഞെടുക്കപ്പെടുന്നു. അവർ സെൽഫ് റെസ്പെക്റ്റോടെ മരിക്കാൻ തീരുമാനിച്ച് ഒരുമിച്ച് തങ്ങളുടെ വൃത്തങ്ങളിൽ നിന്നും പുറത്തേക്ക് കാൽവെക്കുന്നു. കുറച്ചുപേർ മാത്രം ശേഷിക്കുമ്പോൾ ഓരോരുത്തരുടെ ജോലികളെക്കുറിച്ചും സമൂഹത്തിന് അവർ എങ്ങനെ ഉപകാരപ്പെടുന്നുവെന്നും ചർച്ച തുടങ്ങുന്നു. അവർ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കെ ഏഷ്യൻ യുവാവ് പെട്ടെന്ന് ഷോക്കിന് ഇരയാകുന്നു. കണ്ണടയുള്ള ആൾ സമൂഹത്തിന് ഉപയോഗപ്പെടുന്നവർ ആരൊക്കെയെന്ന് തിരഞ്ഞെടുക്കേണ്ടത് പ്രധാനമാണെന്ന് പറയുന്നു. ചിലർ ഇതിന് അനുകൂലിക്കുമ്പോൾ മറ്റുള്ളവർ ജോലി അടിസ്ഥാനത്തിൽ ജഡ്ജ് ചെയ്യുന്നത് തെറ്റാണെന്ന് കരുതുന്നു. അടുത്ത വോട്ടിംഗിൽ ഹിസ്പാനിക് പുരുഷന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത സ്ത്രീ ഷോക്കേറ്റ് മരിക്കുന്നു. ഇപ്പോൾ മിക്കവർക്കും ഹിസ്പാനിക് പുരുഷനാണ് അടുത്ത് മരിക്കേണ്ടതെന്ന് തോന്നുന്നു. കാരണം അയാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. പക്ഷേ കറുത്ത ഷർട്ട് ധരിച്ച ആൾ ഒരു പാറ്റേൺ ശ്രദ്ധിക്കുന്നു. കൊച്ചു പെൺകുട്ടിയെയോ ഗർഭിണിയായ സ്ത്രീയെയോ ഒരിക്കലും വോട്ട് ചെയ്യാത്തവരാണ് കൂടുതൽ വേഗം കൊല്ലപ്പെടുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഗ്രൂപ്പ് രണ്ടായി തിരിയുന്നു. ഒന്ന് അവരെ രണ്ടുപേരെയും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ, മറ്റൊന്ന് അങ്ങനെ അല്ലാത്തവർ. ഓരോ ഗ്രൂപ്പിലും എത്ര പേരുണ്ടെന്ന് അവർ എണ്ണാൻ തുടങ്ങുന്നു. അടുത്ത വോട്ടിംഗിൽ പെൺകുട്ടിയും ഹിസ്പാനിക് പുരുഷനും തിരഞ്ഞെടുക്കപ്പെടുന്നു. ഹിസ്പാനിക് പുരുഷൻ പെൺകുട്ടിയെ രക്ഷിക്കാൻ സ്വയം സാക്രിഫൈസ് ചെയ്യുന്നു. അതിനുശേഷം കണ്ണടയുള്ള ആൾ വീണ്ടും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ഗർഭിണിയെയും പെൺകുട്ടിയെയും കൊല്ലാൻ ആഗ്രഹിക്കുന്ന ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അദ്ദേഹവും ബ്ലോണ്ട് പുരുഷനും കപ്പിളിനെയും ഒരു ആഫ്രിക്കൻ അമേരിക്കനെയും അവരോടൊപ്പം ചേരാൻ കൺവിൻസ് ചെയ്യുന്നു. അടുത്ത വോട്ടെടുപ്പിൽ പെൺകുട്ടിയും കണ്ണടയുള്ള ആളും തിരഞ്ഞെടുക്കപ്പെടുന്നു. മിക്ക ആളുകളും കണ്ണടയുള്ള ആളെ കൊല്ലാൻ വോട്ട് ചെയ്യുന്നു. അയാൾ മരിച്ച ശേഷം ഗ്രൂപ്പ് ഉച്ചത്തിൽ തർക്കിക്കാൻ തുടങ്ങുന്നു. പക്ഷെ ബീപ് സൗണ്ട് വീണ്ടും തുടങ്ങുന്നു. അവർ ചർച്ച തീർക്കാൻ കാത്തിരിക്കാതെ കൂടുതൽ സമയം നേടാനായി കൈ മുറിച്ചു മാറ്റപ്പെട്ട ഒരാളെ വോട്ട് ചെയ്ത് ഒഴിവാക്കുന്നു. ഇതിനുശേഷം ഒരു പുതിയ മാറ്റം സംഭവിക്കുന്നു. ഗർഭിണിയെയും പെൺകുട്ടിയെയും കൊല്ലാൻ ആഗ്രഹിക്കുന്ന ഗ്രൂപ്പിന് ഇപ്പോൾ കൂടുതൽ അംഗങ്ങളുണ്ട്. ആഫ്രിക്ക അമേരിക്കക്കാരൻ ആ ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ടെന്നും അടുത്തതായി പെൺകുട്ടിയെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും തെളിയുന്നു. പെൺകുട്ടിയെയും ഗർഭിണിയെയും സംരക്ഷിക്കുന്ന ഗ്രൂപ്പിന്റെ അൺഒഫീഷ്യൽ ലീഡറായ സൈനികൻ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ക്രെയ്ഗ് തന്റെ ജീവൻ ത്യാഗം ചെയ്യുമോ എന്ന് പരീക്ഷിക്കാൻ അയാളുടെ ഭാര്യയെ വോട്ട് ചെയ്യാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നു. കപ്പിൾ ഇതുവരെ ഒരു ഭാഗത്തിലും ചേർന്നിട്ടില്ല. പക്ഷെ സൈനികൻ അവരെ സമ്മർദ്ദത്തിലാക്കാൻ തുടങ്ങുന്നു. ക്രെയ്ഗിനോട് അയാൾ സാക്രിഫൈസ് ചെയ്യില്ലെങ്കിൽ അടുത്ത വോട്ടിംഗിൽ അയാളുടെ ഭാര്യ കൊല്ലപ്പെട്ടേക്കാമെന്ന് അദ്ദേഹം പറയുന്നു. വീണ്ടും വോട്ടിംഗ് ആരംഭിക്കുന്നു. അവസാന നിമിഷത്തിൽ ക്രെയ്ഗ് വഴങ്ങുകയും പെൺകുട്ടിയെ രക്ഷിക്കാൻ സൈനികനെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ വോട്ട് മാറ്റി ചെയ്യുന്നു. അങ്ങനെ ആഫ്രിക്ക അമേരിക്കക്കാരൻ കൊല്ലപ്പെടുന്നു. ഇപ്പോൾ ഇരു വിഭാഗങ്ങൾക്കും ഈക്വൽ നമ്പർ ഓഫ് ആളുകളെ ശേഷിക്കുന്നുള്ളൂ. ആഫ്രിക്കൻ അമേരിക്കൻ മരിച്ചതിന് ശേഷം ബ്ലോണ്ട് പുരുഷൻ ക്രെയ്ഗിനോട് ദേഷ്യപ്പെടുകയും അവനും സ്ത്രീയും ശരിക്കും മാരിഡ് ആണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഗ്രൂപ്പിലെ മറ്റുള്ളവർക്കും സംശയം തോന്നുന്നു. ലെസ്ബിയൻ സ്ത്രീ ക്രെയ്ഗിന്റെ ഭാര്യ എന്ന് പറഞ്ഞ സ്ത്രീയോട് അയാളുടെ പേരെന്താണെന്ന് പറയാൻ ആവശ്യപ്പെടുന്നു. ക്രെയ്ഗ് മുമ്പ് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടും അവർക്ക് അത് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ക്രെയ്ഗ് അവർ യഥാർത്ഥത്തിൽ വിവാഹിതരല്ലെന്ന് സമ്മതിക്കുകയും സ്ത്രീയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷെ അടുത്ത വോട്ടിംഗിൽ ക്രെയ്ഗ് കൊല്ലപ്പെടുന്നു. 2 മിനിറ്റിന് ശേഷം വോട്ടിംഗ് തുടങ്ങുകയും ബ്ലോണ്ട് പുരുഷൻ, സൈനികൻ, ക്യാൻസർ മറികടന്ന സ്ത്രീ, ബ്ലോണ്ട് സ്ത്രീ, ലെസ്ബിയൻ എന്നിവർക്കിടയിൽ ടൈ ആയി അവസാനിക്കുകയും ചെയ്യുന്നു. അവർ വീണ്ടും വേഗത്തിൽ വോട്ട് ചെയ്യുന്നു. പക്ഷെ ഇത്തവണ ബ്ലോണ്ട് പുരുഷൻ ഒഴികെയുള്ള എല്ലാവരും കൊല്ലപ്പെടുന്നു. ഇപ്പോൾ ബാക്കിയായവരിൽ 2 പേരുടേതാണ് പ്രധാന വോയിസുകൾ. ഗർഭിണിയെയും കുട്ടിയെയും കൊല്ലാൻ ആഗ്രഹിക്കുന്ന ബ്ലോണ്ട് പുരുഷൻ, അവരെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കറുത്ത ഷർട്ട് ധരിച്ച ആൾ. പക്ഷെ ഒരു കുടവയറൻ മധ്യവയസ്കൻ വോട്ട് ചെയ്യുന്നില്ല. ഇതിന്റെ ഫലമായി ക്രെയ്ഗിന്റെ ഫേക്ക് വൈഫ് കൊല്ലപ്പെടുന്നു. അങ്ങനെ ഇപ്പോൾ 5 പേർ മാത്രം ശേഷിക്കുന്നു. കുടവയറൻ മധ്യവയസ്കൻ ഒരിക്കൽ പോലും വോട്ട് ചെയ്തില്ലെങ്കിലും ജീവനോടെ ഇരിക്കുന്നുവെന്ന് കറുത്ത ഷർട്ട് ധരിച്ച ആൾ ശ്രദ്ധിക്കുന്നു. അടുത്തതായി അയാളെ തന്നെ വോട്ട് ചെയ്യാമെന്ന് അവൻ ബ്ലോണ്ട് പുരുഷനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു. എന്നാൽ രഹസ്യമായി കറുത്ത ഷർട്ടുകാരന് ഗർഭിണിയും ചേർന്ന് ബ്ലോണ്ട് പുരുഷനെ വോട്ട് ചെയ്യുന്നു. അവസാനമായി ഒരു സാക്രിഫൈസ് എന്ന രീതിയിൽ ആ മുതിർന്ന ആൾ ഇപ്പോഴും വോട്ട് ചെയ്യാതെ തന്നെ സ്വയം ഷോക്കിന് വിധേയമാകാൻ അനുവദിക്കുന്നു. ഇപ്പോൾ 3 പേർ മാത്രം ശേഷിക്കുന്നു. കറുത്ത ഷർട്ട് ധരിച്ച ആൾ, ഗർഭിണിയായ സ്ത്രീ, കൊച്ചു പെൺകുട്ടി. ഒരു പക്ഷേ ഏലിയൻസ് മനുഷ്യ സ്വഭാവം പഠിക്കാനായി ഒരു എക്സ്പെരിമെന്റ് നടത്തുകയായിരിക്കും എന്ന് അയാൾ ചിന്തിക്കുന്നു. ആളുകൾ പരസ്പരം എങ്ങനെ ജഡ്ജ് ചെയ്യുന്നു, അവർ എന്തിനെയൊക്കെ പറ്റി കെയർ ചെയ്യുന്നു എന്നതൊക്കെ കാണാനായിരിക്കാം ഈ എക്സ്പെരിമെന്റ്. അയാൾ താൻ മരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. പക്ഷെ ഒടുവിൽ ഒരാൾ മാത്രമേ ജീവിക്കൂ എന്ന് ഗർഭിണിയെയും പെൺകുട്ടിയെയും ഓർമ്മപ്പെടുത്തുന്നു. ഭയത്തോടെ ആണെങ്കിലും പെൺകുട്ടി താൻ ഗർഭിണിയുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ സാക്രിഫൈസ് ചെയ്യാമെന്ന് പറയുന്നു. കറുത്ത ഷർട്ട് ധരിച്ച ആൾ അവളെ സപ്പോർട്ട് ചെയ്യുന്നതായി നടിച്ച്
ബീപ്പ് സൗണ്ട് തുടങ്ങുന്നത് വരെ കാത്തിരിക്കാൻ പറയുന്നു. എന്നാൽ ഒരു ഞെട്ടിക്കുന്ന ട്വിസ്റ്റിൽ പെൺകുട്ടി വൃത്തത്തിൽ നിന്ന് കാൽ പുറത്തേക്ക് വെക്കുമ്പോൾ തന്നെ അയാൾ ഗർഭിണിക്ക് വോട്ട് ചെയ്യുന്നു. ഗർഭിണിയായ സ്ത്രീയും പെൺകുട്ടിയും രണ്ടുപേരും മരിക്കുന്നു. ആ മനുഷ്യൻ തുടക്കം മുതൽ അവരെയെല്ലാം വഞ്ചിക്കുകയായിരുന്നു എന്ന് വ്യക്തമാകുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ആ മനുഷ്യൻ ഇപ്പോഴും മുറിക്കുള്ളിൽ ട്രാപ്ഡ് ആണ്. അപ്പോൾ വീണ്ടും ബീപ്പ് സൗണ്ട് തുടങ്ങുന്നു. ഏലിയൻസ് തന്നെയും കൊല്ലുമോ എന്ന് അയാൾ ചിന്തിക്കുന്നു. പക്ഷേ ശബ്ദം പെട്ടെന്ന് നിലയ്ക്കുന്നു. അപ്പോഴാണ് അയാൾ മനസ്സിലാക്കുന്നത് മരിച്ച സ്ത്രീയുടെ വയറ്റിലെ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന്. ഇപ്പോൾ അയാൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്, കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിക്കണോ അതോ സ്വയം രക്ഷപ്പെടണോ എന്ന്. സീൻ പെട്ടെന്ന് അവിടെ നിന്നും മാറുന്നു. കറുത്ത ഷർട്ട് ധരിച്ച ആൾ ലോസ് ആഞ്ചലസിന് പുറത്ത് ഉണരുന്നതായി നമ്മൾ കാണുന്നു. അയാൾ എഴുന്നേറ്റ് നിന്ന് മേലോട്ട് നോക്കുമ്പോൾ ആകാശത്ത് നിരവധി ഏലിയൻ ഷിപ്സ് കാണുന്നു. അയാളുടെ അടുത്ത് തന്നെ സമാനമായി സർവൈവ് ചെയ്ത മറ്റു ആളുകൾ നിൽക്കുന്നു. എല്ലാവരും ആ സ്പേസ് ഷിപ്പിൽ നോക്കി നിൽക്കുന്നു. ഏലിയൻസിന് എന്താണ് വേണ്ടതെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയ മനസ്സുള്ള സോസിയോപാത്സ് മാത്രം ബാക്കിയാവുക എന്നതാകാം അവരുടെ ഉദ്ദേശം. അപ്പോ സർക്കിൾ എന്ന മൂവിയുടെ പ്രിമൈസും അതിന്റെ റീക്യാപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെയും ഫീഡ്ബാക്കും കാണാൻ ഇഷ്ടമുള്ള ഫിലിം കാറ്റഗറീസും കമന്റ് ചെയ്യുവാണെങ്കിൽ അത്തരം മൂവീസും നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. എത്രയും വേഗം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.